ഇന്ന് അനിയന്റെ കുട്ടിയുടെ പേരുവിളിയാണ് കേട്ടോ. എല്ലാവരുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മാത്രം എന്താ തുറന്നു നോക്കുന്നത് ഇപ്പോഴാണ്. ഇട്ടു നോക്കിയപ്പോഴോ നല്ല ലൂസാടാ. ആക്ച്വലി ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ബോഡിയിലത്തെ ഇഞ്ചസ് മൊത്തത്തിൽ അങ്ങ് കുറഞ്ഞു കേട്ടോ. ഈ രണ്ടെണ്ണം പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിൽ ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കാണിച്ച 3 കോട്ടണാണ് അടിപൊളിയാണ്. ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. നമ്മുടെ താമരമേ അല്ല ആമ്പലുമേ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളയും വയലറ്റും ഓറഞ്ചും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ കാബേജ് തോട്ടം കണ്ടോ, ചേട്ടന്മാരെ നനച്ച് കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇളയമയുടെ വീട്. ഈ കയറ്റം അങ്ങോട്ട് കയറിപ്പോയിട്ട് വേണം അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഈ കയറ്റം അങ്ങോട്ട് കയറേണ്ട മടിക്ക് ഞാൻ ഡെൽസി ആന്റീനെയും കൂട്ടിയിട്ടാണ് പോയത് കേട്ടോ. ആ വഴിക്ക് പോകുമ്പോൾ കയറ്റത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ഭീകരത ഇല്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും കരിവള ഇടലും പരിപാടികളും അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ കാണുന്ന പുള്ളിയാണ് കുട്ടിയുടെ അച്ഛൻ ഗൾഫിലായ കാരണം കൊണ്ട് എല്ലാ പരിപാടികളും ഈ വ്യക്തി വരുന്നവരേക്ക് ഞങ്ങൾ പെൻഡിങ്ങിൽ ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. രാഹുല് ഭാഗ്യന്റെ അച്ഛന്റെ, അതായത് ഇവിടത്തെ അച്ഛന്റെ അനിയന്റെ മകനാണ് കേട്ടോ. അതായത് പാപ്പന്റെ മകൻ എന്ന് നമ്മൾ പറയുമല്ലോ. എത്ര ചെറുതായിരുന്നു എന്ന് അറിയുമോ. അവർക്കൊക്കെ ഇപ്പൊ പിള്ളേരായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു 13 വർഷത്തെ വളർച്ചയുണ്ടല്ലോ. അതെനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എന്തായാലും അവർക്ക് കുട്ടികളായി. അവരുടെ കുട്ടികളുടെ ചടങ്ങിൽ നമ്മൾ സ്നേഹപൂർവ്വം പങ്കെടുക്കുന്നു. കൊല്ലംപറമ്പൻ ഫാമിലിയിലെ ന്യൂജൻ വ്ളോഗേഴ്സ് ആണ് ഇവരൊക്കെ കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും നമ്മുടെ പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പേരിടൽ ചടങ്ങുകളൊക്കെ ആരംഭിക്കാം. ഇവിടെ കുറച്ച് ചടങ്ങുകളുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. വാവ ജനിച്ച ആ ഒരു സമയത്ത് വന്നു പോയതാണ് അനിയൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ 28 ചടങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ചോറൂണ് ചടങ്ങോ പിന്നെ 3-ാം മാസത്തിൽ നമ്മൾ പേര് വിളിക്കുന്ന ചടങ്ങോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പം എല്ലാം നമ്മൾ ഇപ്പോഴാണ് നടത്താൻ പോകുന്നത്. ഇന്നത്തോടുകൂടെ ചെവിയിൽ നാമകരണം നടത്തി ഔദ്യോഗികമായ ഒരു പേര് സ്വീകരിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ജഗ്ഗു. ഞങ്ങളുടെ കുഞ്ഞു ചെക്കൻ്റെ പേര് ജഗത്ത് എന്നാണ് കേട്ടോ. ജഗത്ത് രാഹുൽ. പുള്ളി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവരോടും നല്ല ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവൻ വലുതാവുമ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് എന്നോണം ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ചീക്കുട്ടൻ ഇതൊക്കെ കാണുമ്പോൾ, അതായത് അവൻ്റെ ചെറുപ്പത്തിലത്തെ ഫോട്ടോസ് ഇപ്പം കാണുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതെനിക്ക് ഭാവിയിൽ എൻ്റെ ജഗ്ഗുവിൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അമ്മയച്ഛനുണ്ട്. ഒരു ഐസ്ക്രീമും കൂടെ കരുതി.